പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സത്യത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്ന കൃപയുടെ സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധ റൂഹ നമുക്ക് നൽകുന്ന ആലോചന, പ്രതിസന്ധികളിൽ തളരരുത്. പ്രതിസന്ധികളിൽ ദൈവജനം തളർന്നു പോകരുത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ നാളുകൾ ഒരുപാട് പ്രതിസന്ധികളുടെയും കഷ്ടതയുടെയും നാളുകളാണ്. പൗലോസ്ലീഹ സഭയെ നോക്കി പറയുന്നുണ്ട്, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, സഹോദരി സഹോദര ബന്ധങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ, ബിസിനസ് വ്യാപാരങ്ങളിൽ, ആത്മീയ ശുശ്രൂഷകളിലെല്ലാം ഒത്തിരിയേറെ ക്ലേശങ്ങൾ, ക്ലേശപൂർണമായ സമയങ്ങൾ, പലവിധ ക്ലേശങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കും. കഷ്ടതകളും മാനസിക ശാരീരികമായിട്ടുള്ള വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരുപാട് നൊമ്പരപ്പെടുത്തുമാറ് വർദ്ധിച്ചു വരുമെന്ന് കർത്താവിൻ്റെ വചനം മുന്നറിയിപ്പ് തരികയാണ്. ഈ ഒരു സമയത്ത് ദൈവജനം പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ സഭയോട് പറയുന്നു, താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ഈ പരിശുദ്ധ വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. എത്ര ശക്തമായൊരു വചനമാണ് സഹോദരങ്ങളെ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ഈ ജീവിതത്തിലെ പല വിധത്തിലുള്ള അഗ്നിപരിശോധനകൾ, പരീക്ഷകളുണ്ട്. സഹനങ്ങളും ഞെരുക്കങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും ദുരന്തങ്ങളും സങ്കടങ്ങളും പരാജയങ്ങളും രോഗങ്ങളും തകർച്ചകളെല്ലാം നമ്മുടെ ഈ ലോക ജീവിതത്തിലുണ്ട്. ഈ വിശ്വാസ ജീവിതം അത്ര എളുപ്പമല്ല. ഇതെല്ലാം ഉണ്ട് എന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ അറിയിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ എനിക്കിത് സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച വന്നു? എൻ്റെ കുടുംബം ഇപ്രകാരം ദുരിതത്തിലായി. എൻ്റെ മക്കൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഞാൻ എന്തുകൊണ്ട് ഇത്രയും കഠിന രോഗിയായി മാറി? ഈ ബിസിനസ് എന്തുകൊണ്ട് തകർന്നു? എന്തുകൊണ്ട് വൈ ലോഡ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് സംഭവിക്കും. നിങ്ങൾ പരിഭ്രമിക്കരുത്. ഇതെല്ലാം ഉണ്ടാകേണ്ടതാണെന്ന് പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നമ്മൾ പാലിക്കേണ്ട ആ നിലപാട് എന്തായിരിക്കണം? ദൈവവചനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട കൃപ എന്തായിരിക്കണം? ദൈവത്തിന്റെ വചനം പറയുന്ന യാക്കോബ് ശ്രീതി ലേഖനം 1-ാം അധ്യായം 2-3 വചനങ്ങൾ. അവിടെ വചനം വ്യക്തമാക്കുകയാണ്, വിവിധ പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ സന്തോഷിക്കുവിൻ. ഇന്ന് അനേകർക്കൊരു ധാരണയുണ്ട്, കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, കർത്താവിനോട് ചേർന്ന് ജീവിച്ചാൽ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്താൽ നമുക്ക് പിന്നെ ഒത്തിരി സഹനങ്ങളോ പ്രതിസന്ധികളോ ദുഃഖ ദുരിതങ്ങളോ പരാജയങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. വലിയ കുഴപ്പങ്ങളില്ലാതെ സുന്ദരമായി ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു ചിന്തയല്ല സഹോദരങ്ങളെ.
കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ഈ ജീവിതത്തിലെ സഹനങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടെന്ന് തന്നെയാണ്. വിവിധ പരീക്ഷകൾ നിങ്ങൾ അകപ്പെടുകയാണെങ്കിൽ എന്നല്ല പറയുന്നത്. അകപ്പെടുമ്പോൾ അതിനർത്ഥം എന്താ? 100% ഉറപ്പാണ് നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും, പരാജയങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതിസന്ധികൾ, ക്രൈസിസുകൾ നമ്മുടെ മേൽ ആഞ്ഞടിക്കും. ഇതിൽ അകപ്പെടുമെന്ന് തന്നെ വചനം പഠിപ്പിക്കണം. അല്ലാതെ ഇതില്ലാതൊരു ജീവിതമില്ല. തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. ഇതില്ലാതൊരു ക്രിസ്തീയ ജീവിതമില്ല. കർത്താവിൻ്റെ സുവിശേഷം ക്രൂശിന്റെ സുവിശേഷമാണ്. കുരിശ് ഒഴിവാക്കിക്കൊണ്ടുള്ള സുവിശേഷം അത് കർത്താവിൻ്റെ സുവിശേഷമല്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകത്തിൽ കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള എൻ്റെയും നിന്റെയും ജീവിതത്തിലെ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമെന്ന വചനം പറയുന്നത്. ഞെരുക്കങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. വിളിച്ച കർത്താവ് വിശ്വസ്തരാണ്. നമ്മളെ കരം പിടിച്ചിരിക്കുന്ന മനുഷ്യനല്ല, കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ നമ്മുടെ മേലുണ്ട്. യെശയ്യാ പ്രവചനം 41:10 പറയുന്നില്ലേ, ഭയപ്പെടണ്ട, നീ സംഭ്രമിക്കണ്ട, ഞാനാണ് നിന്റെ കർത്താവ്, ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ഞാനാണ് നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നത്. എന്തിനാണ് പൈതലേ നീ ആകുലപ്പെടുന്നത്, നീ പരിഭ്രമിക്കുന്നത്, നീ അസ്വസ്ഥപ്പെടുന്നത്? ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കും. കർത്താവാണ് നമ്മുടെ വലത് കരം പിടിച്ചിരിക്കുന്നത്. അവനാണ് നമ്മുടെ പരിപാലകൻ. കർത്താവാണ് നമ്മുടെ നിത്യ സഹായകൻ. നമ്മൾ ആരെ ഭയപ്പെടണം? എന്തിനെ കുറിച്ച് ആകുലപ്പെടണം? എത്ര ശക്തമാണ് കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ അകപ്പെടുമ്പോൾ നമ്മൾ പിറുപിറുത്തും പരാതി പറഞ്ഞും കുറ്റപ്പെടുത്തിയും പഴിച്ചാരിയും പലപ്പോഴും നമ്മളിലേക്ക് ഒഴുകപ്പെടുന്ന കൃപകളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക. നമ്മൾ ഈ അഭിഷേകത്തെ നമ്മൾ നിർവീര്യമാക്കുകയാണ്. നമ്മുടെ മുറുമുറുപ്പും പിറുപിറുപ്പും കുറ്റപ്പെടുത്തലും ന്യായീകരണങ്ങളും മൂലം ഒരുപാട് കൃപ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പരിശോധനകളിലും സഹനങ്ങളിലും ഞെരുക്കങ്ങളിലും ഒരു ദൈവ പൈതലിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ജോയ്ഫുൾ ആറ്റിറ്റ്യൂഡ്, സന്തോഷത്തിൻ്റെ ഒരു മനോഭാവം. നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങൾ ആനന്ദിക്കുവിൻ. അപ്പം എന്തിനാണ് ഈ പരിശോധന? 3-ാം വചനത്തിൽ പറയാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വചനം. കാരണം വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. അപ്പോൾ വിശ്വാസം സഹനങ്ങളിലൂടെ പോകണം. നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിലാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ കർത്താവിന് നാമം വിളിക്കാനോ എന്തൊരു സുഖ അല്ല സഹോദരങ്ങളെ. നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടും. വിവിധ സഹനങ്ങളിലൂടെ വിശ്വാസം പോകും. ഞെരുക്കങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, ചില ദുരന്തങ്ങൾ വരും. ഇതിലൂടെയെല്ലാം നമ്മുടെ വിശ്വാസം കടന്നു പോകും. വചനത്തിൽ കണ്ടു, അപ്പോൾ അപ്രതീക്ഷിതമായി ഇതെന്തോ സംഭവിച്ചാലെന്ന പോലെ നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ ആകുലചിത്തരാകേണ്ട. കാരണം ഇതിനെല്ലാം പുറകിൽ കർത്താവിന് നിശ്ചയമായ ഒരു പദ്ധതിയുണ്ട് സഹോദരങ്ങളെ. കർത്താവിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ ആരും നശിച്ച് തകർന്നു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ മേലുണ്ട്. ഞാനത് ഉറപ്പോടെ വിശ്വസിക്കുക. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 33 വർഷമായി ഞാൻ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനാകാൻ തുടങ്ങിയിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും എൻ്റെ ശുശ്രൂഷ മേഖലകളിലെല്ലാം ഒരുപാട് പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഒരുപാട് കണ്ണുനീരിൻ്റെയും വേദനയുടെയും കൊടിയ സഹനത്തിൻ്റെ നീർച്ചുഴികൾ എനിക്ക് ചുറ്റുമുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലൊന്നും മുങ്ങിപ്പോകാതെ എൻ്റെ കർത്താവ് എന്നെ കരങ്ങളിൽ താങ്ങി, എന്നെ കരം പിടിച്ച് നയിച്ചു. എത്ര അത്ഭുതകരമായി എൻ്റെ കർത്താവ് എന്നെ പരിപാലിച്ചു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാ. അവനാ നിന്നെയും കരം പിടിച്ച് നയിക്കുന്നത്. അവനാ നിന്നെ പരിരക്ഷിക്കുന്നത്. അവനാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ വചനം നിങ്ങൾ വിശ്വസിക്കണം. പ്രതിസന്ധികളിൽ തളർന്നു പോകരുത്. പ്രതികൂലങ്ങളിൽ നഷ്ടധൈര്യരാകരുത്. നമ്മൾ കർത്താവിൻ്റെ മുദ്രയുള്ളവരാ, നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുന്നു, വിശ്വാസത്തിൻ്റെ ഉറപ്പ് ലഭിക്കുന്നു. നമുക്ക് കൃപയിൽ വളരുവാൻ, അഭിഷേകത്തിൽ നിറയുവാൻ ഈ സഹനങ്ങളും ക്ലേശങ്ങളും മുഖാന്തരങ്ങളാകുന്നുവെന്ന്
പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് നമ്മളെ പിറുപിറുത്ത് വെറുതെ നമ്മുടെ ജീവിതം നരകതുല്യമാക്കരുത് സഹോദരങ്ങളെ. ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. പൗലോസും ശീലാസും ആ ഫിലിപ്പി കാരാഗൃഹത്തിന് തടവറയിൽ കിടന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വചനം ധ്യാനിച്ചതാണ്. ആ കൊടിയ സഹനത്തിന് നടുവിൽ അവർ കർത്താവിനെ പാടി ആരാധിച്ചു, എല്ലാം മറന്ന് പാടി ആരാധിച്ചു. അവിടെ അത്ഭുത ശക്തി ഇറങ്ങി വന്നു, ദൈവത്തിന് റൂഹ് ഇറങ്ങി വന്ന് അവിടെ അസാധാരണമായ പ്രവർത്തികൾ വെളിപ്പെടുത്തുകയാണ്. കഷ്ടതയിൽ കർത്താവിനെ ആരാധിക്കാൻ നിനക്ക് പറ്റൂ. സഹനത്തിന്റെ തീച്ചൂളയിൽ കർത്താവിനെ നാമം വിളിക്കാൻ പ്രിയ ദൈവത്തിന്റെ പൈതലേ നിനക്ക് സാധിക്കുക. ഒരു സമർപ്പണം നിനക്കുണ്ടോ? അത്ഭുതങ്ങൾ കാണാം. നിന്റെ മുൻപിൽ വഴികൾ തുറക്കപ്പെടും, നിന്റെ മുൻപിൽ കെട്ടുകൾ പൊട്ടും, നിന്റെ മുൻപിൽ ചില അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടും. ജീസസ്, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഈ സത്യം വിശ്വസിക്കണം. അതുകൊണ്ട് വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. എന്താ വചനം പഠിപ്പിക്കുന്നു? 1 പത്രോസ് 5:10 നിങ്ങളെ വിളിച്ച അനുഗ്രഹദാതാവായ കർത്താവ് അല്പകാല സഹനത്തിനു ശേഷം നിങ്ങളെ പൂർണ്ണരാക്കുകയും നിങ്ങളെ സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അല്പകാല സഹനത്തിന് ശേഷം. അപ്പോൾ ഈ അല്പകാല സഹനം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളോട് ഈ വചനം ഞാൻ പങ്കുവെക്കുമ്പോൾ ഒത്തിരിയേറെ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളുടെ ബന്ധത്തിൽ, ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലൊക്കെ ഒരുപാട് സഹനങ്ങളും നൊമ്പരങ്ങളുണ്ട് സഹോദരങ്ങളെ. പലപ്പോഴും നമ്മൾ മനസ്സ് തളർന്നു പോകുന്ന വിധത്തിൽ പലവിധ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ നമ്മളെ ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷെ അസ്വസ്ഥരാകേണ്ട. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് നമ്മൾ ബലപ്പെടണം. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഹൃദയമുറപ്പിക്കണം. ഈ വചനത്തിൽ നിന്ന് നമ്മൾ പവർ ഏറ്റെടുക്കണം. ശക്തി പ്രാപിക്കേണ്ടത് പരിശുദ്ധ വചനത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന്. ഈ 3 ശ്രദ്ധിക്കണം: പരിശുദ്ധ വചനം, പരിശുദ്ധ കുർബാന, പരിശുദ്ധാത്മാവ്. നമ്മുടെ ശക്തിയുടെ സ്രോതസ്സുകളാണ് എൻ്റെ സഹോദരങ്ങളെ. നമ്മൾ അതിൽ നിന്ന് ശക്തി പ്രാപിക്കേണ്ടത്. അപ്പൊ ഈ അല്പകാല സഹനത്തിന് ശേഷം ഒരു മഹത്വപൂർണമായ കാലം നമുക്കായി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഒരു ഗ്ലോറിയസ് ഡേ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എന്നും ഈ നരകിച്ച് ജീവിക്കാനാണോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്? അതാണോ നിന്റെ ചിന്ത? അല്ല സഹോദര, അല്ല സഹോദരി. നിനക്കൊരു മഹത്വത്തിൻ്റെ സമയമുണ്ട്. ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ പലരും ചിന്തിക്കും, എന്തോന്ന് മഹത്വം ബ്രദറെ, ഇനി എന്തു മഹത്വം കിട്ടാനാ? എത്ര വർഷമായി കണ്ണീര് തുടങ്ങി, ഈ സഹനം തുടങ്ങിയിട്ട്. ഇതിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടോ? എനിക്കൊരു എക്സിറ്റ് ഉണ്ടോ? എൻ്റെ ജീവിതം തീർന്നു പോയില്ലേ? ഇനിയൊരു മഹത്വത്തിൻ്റെ സമയം വന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എന്ന് ചിന്തിക്കുന്ന അനേകായിരങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇത് നിനക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനമാണ്. ആത്മാവിൻ്റെ ആലോചനയാണിത്. ഹൃദയം തുറന്ന് സ്വീകരിക്കുക. ഒരു മഹത്വകാലം നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഒരു മഹത്വത്തിൻ്റെ കാലം, നിന്നെ പൂർണ്ണനാക്കുന്ന, ശുദ്ധീകരിക്കുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്നെ അനുഗ്രഹത്തിൻ്റെ സമ്പന്നതയിലേക്ക് നയിക്കുന്ന ഒരു സമയം കർത്താവിൻ്റെ കയ്യിലുണ്ട്. നീ കർത്താവിനോട് ചേർന്നിരിക്കണം. കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ഈ വചനം മുറുകെ പിടിച്ചോ. ഈ വചനം നിങ്ങൾ ഒരിക്കലും ചതിക്കില്ല. കർത്താവിൻ്റെ വചനം സഹോദരങ്ങളെ നമ്മൾ ഒരു നാളും ചതിക്കില്ല. നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ വചനം മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ഈ വചനത്തിൽ നീ വിശ്വസിച്ചാൽ ഈ വചനം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി വഴികൾ തുറക്കും, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ കൊണ്ടുവരും, നിനക്ക് വേണ്ടി വഴികൾ അത് തുറന്നു തരും. അസാധാരണ വാതിലുകൾ തുറക്കപ്പെടും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. എന്തുമാത്രം അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റും സഹോദരങ്ങൾ, എന്തുമാത്രം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും. അല്പകാല സഹനത്തിന് ശേഷം നമ്മളെ സ്ഥിരീകരിക്കുന്നൊരു ദൈവപ്രവൃത്തിയുണ്ട്, നമ്മളെ അനുഗ്രഹിക്കുന്നൊരു ദൈവപ്രവൃത്തിയുണ്ട്, നമ്മളെ ശക്തരാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലുണ്ട് നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലൊക്കെ. അത് വിശ്വസിക്കണം. നീ അത് വിശ്വസിക്കണം. ഇപ്പോൾ നേരിടുന്ന സഹനങ്ങളെയും പ്രതിസന്ധികളെയും ഓർത്ത് അസ്വസ്ഥരാകേണ്ട. എബ്രായ പുസ്തകം 13:5 പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും
കൈവിടുകയോ ഉപേക്ഷിക്കുകയില്ല. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുക കൈവിടുകയില്ല. നിന്റെ ക്ലേശകാലത്തും സകല നാളുകളിലെല്ലാം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. ഞാൻ നിന്റെ കൂടെ നടക്കുന്നവനാണ്. എൻ്റെ മകനെ, മകളെ, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല. ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്നവനാണ്. കഷ്ടതയുടെ കാലത്ത് ഞാൻ നിന്നോട് ചേർന്നിരിക്കുന്ന ദൈവമാണെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. പൗലോസ് പറയുന്നുണ്ട്, 1 തെസ്സലോനിയർ 5:24, നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. നമ്മൾ വിശ്വസിക്കേണ്ടത് നാട്ടുകാരുടെ വാക്കുകളിലല്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ പാഴ്വാക്കുകളിലല്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു തരുന്ന ഡാറ്റകളിലല്ല. കർത്താവിൻ്റെ വചനം വിശ്വസിക്കുക, വചനം വിശ്വസിക്കുക, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക. നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത് കർത്താവിൻ്റെ പ്രോമീസിൽ, അവൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ആരെല്ലാം ആശ്രയിക്കുന്നുവോ, കർത്താവിൻ്റെ പ്രോമീസിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ, അവരെ തകർക്കാൻ ഒന്നിനും സാധിക്കില്ല. അവന് വേണ്ടി പരിശുദ്ധാത്മ പ്രവർത്തിക്കും, അവൾക്ക് വേണ്ടി പരിശുദ്ധാത്മ പ്രവർത്തിക്കും. അതുകൊണ്ട് ആ വചനം പറയുന്നത്, എബ്രായ പുസ്തകം 10:23, നമ്മുടെ വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരാണ്. കൊടിയ സകലത്തിലും പ്രത്യാശ, വിശ്വാസം ഏറ്റുപറയണം. നമ്മൾ പരാജയത്തിന് മതി വിശ്വാസം ഏറ്റുപറയണം. സ്ഥിരതയോടെ പ്രത്യാശ ഏറ്റുപറയും. എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ കർത്താവ് സർവശക്തനാണ്. എൻ്റെ കർത്താവ് സർവാധിപനാണ്. അവൻ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നവനാ. അവൻ എന്നെ പരിരക്ഷിക്കുന്നവനാ. അവൻ എൻ്റെ പരിപാലകനാ. ഇത് ഉറപ്പോടെ നീ ഏറ്റുപറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ നിനക്ക് പറ്റുമോ? എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരും. ജീവിതത്തിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരും. അവസ്ഥകൾക്ക് മാറ്റം വരും. കർത്താവ് വിശ്വസ്തനാണ്. വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സത്യം മനസ്സിലാക്കുക. കൂടെ നടക്കുന്ന കർത്താവിനെ നമ്മൾ അനുഭവിക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല വിശ്വാസം. നമ്മൾക്ക് തോന്നിപ്പോകും നമ്മൾ ഒറ്റപ്പെട്ടു പോയോ. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് പോലും എന്നെ വേണ്ട വിധം മനസ്സിലാക്കുന്നില്ല. എൻ്റെ മക്കൾ അവരവരുടെ വഴിക്ക് പോകുന്നു. ഞാൻ അനുഭവിക്കുന്ന ഈ സങ്കടവും എൻ്റെ ഈ മെൻ്റൽ സ്ട്രെസ്സും എൻ്റെ ജീവിതത്തിൽ ഈ സഹനങ്ങളും എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഈ നൊമ്പരങ്ങളും വേദനകളും ആർക്കും മനസ്സിലാവാനാണ്. പലപ്പോഴും നമ്മൾ ഒറ്റത്തുരുത്തുകളായി മാറുന്നുണ്ട്. ഇല്ല സഹോദരങ്ങൾ, അത് നമ്മളെ നശിപ്പിക്കും. അത് പിശാചിൻ്റെ ചതിയാണെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൻ്റെ ഏതു സമയത്തും നമ്മളെ കൈവിടാതെ, ഉപേക്ഷിക്കാതെ, നമ്മോട് ചേർന്നിരുന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് അവൻ്റെ സത്യവചനത്തിലേക്ക് നിന്റെ ഹൃദയമുറപ്പിച്ചാൽ അസാധാരണമായ വഴികൾ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തുറന്നു തരും. എൻ്റെ സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ തളർന്നു പോകരുത്. കൊടിയ സഹനങ്ങളിൽ നഷ്ടധൈര്യരാകരുത്. നമ്മുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയാതെ കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് കർത്താവിനോട് ചേർന്നിരുന്ന് ഈ വിശ്വാസയാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് ദിനംതോറും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ.